Hello guys, welcome back to another day and another video. ഹിമാലയൻ ഓണേഴ്സിനെ അലട്ടുന്ന ആ പ്രശ്നവും എനിക്കും വന്നിരിക്കുകയാണ്. എൻ്റെ ടയർ കംപ്ലീറ്റ് കഴിഞ്ഞു കേട്ടോ. ഇനി വേണമെങ്കിൽ കുറച്ചും കൂടെ ഓടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ കമ്പിയിൽ മുത്തം വയ്ക്കും. അതുകൊണ്ട് ഞാൻ എന്നായാലും അത്രയും പോകുന്നില്ല. എന്നായാലും പോയിട്ട് ടയർ മാറിയേക്കാന്ന് വെച്ചു. സമയം കളയാതെ നമുക്ക് ടയർ മാറിയേക്കാം. ഇവിടെ ടയറിൻ്റെ കണ്ടീഷൻ നോക്കി, മൈ ഗോഡ്, ടയറൊക്കെ പൊളിഞ്ഞു തുടങ്ങി കേട്ടോ. നല്ല എന്താ പറയുന്നത്, പാമ്പ് പടം പൊഴിച്ച പോലെ ഇരിക്കുന്നുണ്ട്. അത്രയും ഗ്ലോ ഉണ്ട് ഈ ടയറിന്. വണ്ടി ഓടിക്കുമ്പോൾ അറിയാം, അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിയൊക്കെയാണ് വണ്ടി പോകുന്നത്. ഒരു ഗ്രിപ്പും പരിപാടി ഒന്നും കിട്ടുന്നില്ല. അതിൻ്റെ നമുക്ക് സമയം കളയാതെ വണ്ടി കൊണ്ടുപോയി പുതിയ ടയർ ഇട്ടിട്ട് എങ്ങനെയുണ്ട് സാധനം എന്ന് പറയാം. ഓക്കെ ഗൈസ്, ലെറ്റ്സ് ഗോ. വണ്ടി ഓടിക്കുമ്പോൾ അതിൻ്റെ ഒരു ഡിഫറൻസ് അറിയാൻ പറ്റുന്നുണ്ട് കേട്ടോ. റോഡ് ടയറിലെ വണ്ടി എന്താ പറയുക, പാമ്പ് നടക്കണ പോലെയാണ് കേട്ടോ. വളമൊക്കെ വീശി കഴിയുമ്പോഴും വണ്ടി നമ്മുടെ കയ്യിൽ നിന്ന് കൺട്രോൾ പോകുന്നുണ്ട്. അതിൻ്റെ ഒരു റീസൺ ഇത് ടയർ ഇല്ലാതിട്ട് തന്നെയാണ്. പിന്നെ എന്തോ സിയറ്റിൻ്റെ കോമ്പൗണ്ട് പെട്ടെന്ന് തീർന്നു പോകുന്നുണ്ട്. പക്ഷെ എല്ലാവരും പറയുന്നത് 7000-8000 കിലോമീറ്ററിനാണ്. പക്ഷെ എനിക്ക് ഒരു 9500 കിലോമീറ്റർ വരെ കിട്ടി. എന്തോ ദേവകുരുത്തം, മേ ബി എനിക്ക് തോന്നുന്നു ഓൾറെഡി പ്രഷറൊക്കെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാവാം. അതുപോലെ തന്നെ നമ്മൾ കംപ്ലീറ്റ് ഓഫ് റോഡ് എന്ന് പറയത്തക്കതായിട്ട് നമ്മൾ വണ്ടിയും കൊണ്ട് പോയിട്ടില്ല. നമ്മൾ പോയിരിക്കുന്നത് വളരെ തുച്ഛമായിട്ടുള്ള കിലോമീറ്റർ മാസമാണ്. എനിക്ക് തോന്നുന്നു ഒരു 3000 കിലോമീറ്റർ ഓഫ് റോഡ് അടിച്ചിട്ടുണ്ടെന്നുള്ളൂ. ബാക്കി ഫുള്ള് റോഡിലാണ് ഓടിച്ചേക്കുന്നത്. ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കും ടയർ ഇത്രയും വേഗം തീർന്നു പോയത് തന്നെ. നിലവിൽ ഇപ്പോൾ കടയിലെത്തിയിട്ടുണ്ട്. കടയിലെത്തി കഴിഞ്ഞപ്പോഴത്തേനും ട്രയലാറുണ്ട്, അതുപോലെ തന്നെ ടൂററുണ്ട്, ട്രയലാറുണ്ട്. ഇത് 130/18 ഇത് 120/19 ഇത് സിയറ്റ് ഞാനിപ്പോൾ ഓൾറെഡി യൂസ് ചെയ്തു. സിയറ്റ് എനിക്ക് അതിൻ്റെ സോഫ്റ്റ് കോമ്പൗണ്ട് ഉള്ളത് കൊണ്ട് ഭയങ്കര പെട്ടെന്ന് തീരുന്ന ഒരു ഫീലുണ്ട്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ട്രയലാർ എടുക്കാണ്ട് ടൂററാണ് എടുത്തിരിക്കുന്നത്. ടൂറർ കുറച്ച് നാളുകളുടെ മാക്സിസ് പോലെയാണെന്നാണ് പറഞ്ഞത്. കുറച്ചും കൂടെ നാൾ ലാസ്റ്റ് ചെയ്യും. ഇത് ഡെക്കാർ എഡീഷൻ എന്നാണ് ഇതിന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ലൈഫ് കുറച്ചും കൂടെ കുറവായിരിക്കും. ഇതിൻ്റെ ലൈഫ് കുറച്ചും കൂടെ കുറവായിരിക്കും. അപ്പം നമ്മൾ അത് വെച്ചിട്ടാണ് നമ്മൾ ടൂററിൻ്റെ സാധനം എടുത്തത്. കാരണം ഇത് നമുക്ക് അത്രയും ഓഫ് റോഡ് നമ്മൾ പോകുന്നില്ല. നമ്മൾ പോകുന്നത് വളരെ മിനിമലായിട്ടുള്ള ഓഫ് റോഡ് മാത്രമാണ്. ഇത് കംപ്ലീറ്റ് ഓഫ് റോഡിന് വേണ്ടിയിട്ടുള്ള എന്ന് പറഞ്ഞാൽ ഡസ്റ്റീക്കിട് ഓടിക്കാൻ വേണ്ടിയിട്ടുള്ള ടൈപ്പുള്ള സാധനമാണ്. നമ്മുടെ വണ്ടിയുടെ ടയർ ഊരിക്കൊണ്ടിരിക്കുകയാണ്. രണ്ടാമത്തെ ടയറിടലാട്ടോ. നമ്മുടെ ടയറിലെ കംപ്ലീറ്റ് ടയർ അയച്ചു കേട്ടോ. 7000 കിലോമീറ്ററിൽ ബ്രേക്ക് പാഡ് മാറണം എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ല, 80% തീർന്നു എന്ന് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത്രയും തീരുന്നു ഞാൻ ഒരിക്കലും പ്രതീക്ഷയില്ല കേട്ടോ. ഒരു സൈഡ് ഫുള്ള് തേഞ്ഞ് തീർന്നു പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ടയറിടൽ കഴിഞ്ഞിരിക്കുകയാണ്. കാറ്റടിച്ചുകൊണ്ടിരിക്കുകയാണ്. യെസ്, ടൂറർ റേസസിൻ്റെ ടൂറർ ഇട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ടയർ മാറിയിരിക്കുകയാണ്. ഈ ലോഗോ ഉള്ള ഒരു ടയറായിട്ട് ഇട്ടേക്കുന്നത്. ഇത് ആര് കണ്ടാലും ശ്രദ്ധിക്കും. നമ്മളിപ്പോൾ ഇട്ടിരിക്കുന്ന ടയർ എന്ന് പറഞ്ഞാൽ ടൂറർ എന്ന് പറഞ്ഞ ടയറാണ്. എന്തുകൊണ്ട് ട്രയൽ R ഇട്ടില്ല എന്നുള്ളതിൻ്റെ ആൻസർ ഞാൻ പറഞ്ഞു തരാം. ഇപ്പം ഞാൻ സിയറ്റിൻ്റെ ഓൾറെഡി കാര്യം ഞാൻ പറഞ്ഞു. ഞാൻ പോകുന്ന വഴിക്ക് ഞാൻ ഓൾറെഡി പറഞ്ഞു. എന്താണ്, സിയറ്റ് ഇട്ട് കഴിയുമ്പോൾ വണ്ടി റോട്ടിൻ്റെ അകത്ത് എന്താണ് ഈ പാമ്പ് പോലെ നുളയും. ദാറ്റ് ഈസ് കോൾഡ് ജെർക്കിംഗ്. ആ ജെർക്കിങ് സിയറ്റ് ടയറിന് ഉണ്ട്. കാരണം സിയറ്റ് ടയർ ഒരു 80% തീർന്നു കഴിഞ്ഞാൽ നല്ലതുപോലെ ജെർക്കിങ് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ടൂറർ ഇട്ടത്. അതുപോലെ തന്നെ ട്രയൽ R-നും ആ സെയിം ഇഷ്യൂ കമ്പനി പറയുന്നുണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ അവിടുന്ന് കൊണ്ടുപോയ ഒരു 4-5 കസ്റ്റമേഴ്സ് ഓൾറെഡി ജെർക്കിങ്ങിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ആ ടയർ ടൂറർ ഇട്ട് കഴിഞ്ഞത്. പിന്നെ നമ്മൾ മെയിൻലി ഒരു 30% ഓഫ് റോഡ് ആയിരിക്കും ഒരു പക്ഷേ. ബാക്കിയുള്ളത് ഫുള്ള് ഹൈവേ റൂട്ട്സ് ആണ്. ടൂറിംഗ് പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ റേസസിൻ്റെ ടൂറർ എന്ന് പറയുന്ന ഓപ്ഷൻ ചൂസ് ചെയ്തത്. കാരണം ഇതിന് കുറച്ചും കൂടെ ലാസ്റ്റ് ചെയ്യുമെന്നാണ് അവരെന്നോട് പറഞ്ഞിരിക്കുന്നത്. സോ അതുകൊണ്ടാണ് ഞാൻ ഈ സാധനം ഇട്ടിരിക്കുന്നത്. ഓക്കെ, ഞാൻ ടയർ മാറി. ഇനിയിപ്പോൾ ടയറിൻ്റെ പ്രൈസ് നിങ്ങളോട് പറയണ്ടേ. ടയറിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത് 3400 രൂപയാണ്. പ്ലസ് ഇൻക്ലൂഡിങ് ദാറ്റ് ട്യൂബും കൂടെ കൂടിയിട്ടാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. മറ്റേ ട്യൂബ് ഞാൻ മാറി. മറ്റേ ട്യൂബ് ഞാൻ അവിടെ നിന്ന് എടുത്തിട്ടില്ല. ട്രയൽ R-ന് വരുമ്പോഴത്തേനും അത് 3700 രൂപയാകും. അതുപോലെ തന്നെ 130-ക്ക് വരുമ്പോൾ ട്യൂബ് ഇല്ലാണ്ട് 3600 രൂപയാകുമായിരുന്നു. ബട്ട് ഞാൻ ഇത്രയും നേരം വണ്ടി ഓടിച്ചുകൊണ്ടാണ് വന്നത്. വണ്ടി ഓടിച്ചുകൊണ്ട് വരുമ്പോഴും എനിക്ക് ആ ഒരു കോൺഫിഡൻറ്റ് ഈ ടയർ തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ
ഇറ്റ്സ് ഓൾ അബൌട്ട് മല്ലുവിനോടൊപ്പം ഹെസ പുതിയ ടയറുമായി സ്റ്റേ ട്യൂൺ ഫോർ അനദർ വീഡിയോ.